സർ, 1977 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരള സർവകലാശാല AKG സെന്ററിന് കുറച്ച് വസ്തു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ പക്ഷേ അന്ന് AKG സെന്ററിന് ഒരു വസ്തു, ഒരു ലൈബ്രറി ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത്. പക്ഷെ അത് AKG സെന്റർ എന്നുള്ള ഒരു പേരൊക്കെ അതിൻ്റെ മാറ്റി. പക്ഷെ പിന്നീട് ഒരു 34 സെന്റ് വസ്തു കൂടി കേരള സർവകലാശാലയുടെ AKG സെന്റർ കൈയേറി എന്നുള്ള ഒരു ആരോപണം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാ ആരോപണം പുതുതായിട്ട് വരുന്നു UDF അധികാരത്തിൽ കയറിയപ്പോൾ. അപ്പോൾ എന്താ അത് ഇപ്പോഴത്തെ ഒരു പുതിയ അപ്ഡേറ്റ്സ്? അല്ല, AKG സെന്ററിനകത്ത് ഇപ്പോൾ പുതിയ AKG സെന്റർ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഈ പുതിയതായിട്ടുള്ള ഇപ്പം നിൽക്കുന്ന AKG സെന്റർ എന്ന് പറയുന്ന കെട്ടിടത്തിന്റെ ഓപ്പോസിറ്റിൽ ഏതാണ്ട് 6 കോടി രൂപയ്ക്ക് പ്രോപ്പർട്ടി പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ കെട്ടിടം പണിഞ്ഞു. അപ്പോൾ അതിന് തന്നെ കാരണം എന്ന് പറയുന്നത് വസ്തുവിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ കയ്യേറ്റമുണ്ട്. ഇത് ശത്രുക്കൾ മനസ്സിലാക്കി അതിന് പണി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. ഏതായാലും 77-ലാണ് ആന്റണിയുടെ കാലത്താണ് ഈ പറയുന്ന AKG സെന്ററിന് ആവശ്യമായിട്ടുള്ള വസ്തു കൊടുക്കുന്നത്. AK ഗോപാലന്റെ സ്മരണാർത്ഥം ഉള്ള ഒരു കമ്മിറ്റി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പുള്ളിയുടെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ സ്മരണയ്ക്ക് മുമ്പിൽ അതിനകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന നേതാവായിരുന്നു. നയനാരായിരുന്നു അതിന്റെ ചെയർമാനായിട്ട്. പുള്ളി ഒരു നിവേദനം കൊടുക്കുന്നു AK ആന്റണിയുടെ കയ്യിൽ. അപ്പോൾ AK ആന്റണി ഒരു 34 സെന്റ് സ്ഥലം, അന്ന് കേരള സർവകലാശാലയുടെ സ്ഥലമാണ്. ഇത് പണ്ട് രാജാവ് കൊടുത്തതാണ്, തിരുവിതാംകൂർ രാജാവ് കൊടുത്താണ് കേരള സർവകലാശാലയ്ക്ക്. പിന്നെ ഗവൺമെന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഗവൺമെന്റിന്റെ ഭാഗമാവും, അല്ലെങ്കിൽ ഭാഗമാവും, അത് സർവകലാശാലയ്ക്ക് കൊടുത്തായിട്ട് വരുമല്ലോ. അപ്പൊ അന്ന് കൊടുത്ത ആ വസ്തു 34 സെന്റ്, പിന്നെ ഒരു 15 സെന്റ് കൂടെ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന് വ്യക്തതയില്ല. അപ്പം ഇപ്പം അതിനകത്തൊരു 54 സെന്റിന്റെ കയ്യേറ്റം പറയുന്നുണ്ട്. ഇത് 1984 കോൺഗ്രസ് ഉന്നയിച്ചതാണ്. പിന്നെ ഈ വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ 1992 അന്നത്തെ ഈ വൈസ് ചാൻസലർ, അല്ലെങ്കിൽ ചാൻസലർ എനിക്കൊന്ന് വിളനിലം അറിയാമല്ലോ, പുള്ളി വലിയൊരു അന്ന് വിളനിലമാണ് ഇത് കൊണ്ടുവന്നത്. സർവകലാശാലയുടെ ഭൂമി മൊത്തവും അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭൂമി പലരും കയ്യേറി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്നവർ കൊടുക്കാതെ പോകുന്നതായിട്ടുള്ള വന്നപ്പോൾ. അപ്പം അങ്ങനെ വന്നതെന്ന് പറയുമ്പം 84-ൽ ഈ ക്ലെയിം ഉണ്ടല്ലോ, കോൺഗ്രസ് പറഞ്ഞു. വിളനില ഇത് അളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും AKG സെന്ററിനകത്ത് CPM കയ്യേറി ആ കെട്ടിടം, ഏതാണ്ട് 14-12 കെട്ടിടമായിപ്പോൾ. അത് അന്ന് പറഞ്ഞിരുന്ന നിബന്ധന എന്ന് പറഞ്ഞാൽ, കൊടുത്തപ്പോൾ നിബന്ധന എന്ന് പറഞ്ഞാൽ, ഇത് പൊതുജനങ്ങൾക്ക് മൊത്തവും ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലൈബ്രറി മാത്രമാണ്. അപ്പൊ ലൈബ്രറിക്ക് വേണ്ടിയുള്ള റൂമും ഒരു ഹാളും ഉണ്ടാകും. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും കയറി ഇറങ്ങാം. അതിനകത്ത് പാർട്ടിയോ സംവിധാനമോ മറ്റോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചത്. അതിനുശേഷം അവിടെ പാർട്ടി ഓഫീസ് ഉണ്ടായി, CPM നേതാക്കന്മാർക്ക് അതിനകത്ത് താമസിക്കാനുള്ള മുറികളുണ്ടായി, സംവിധാനം ഉണ്ടായി, 12 നിലയുണ്ടായി, DYFI നേതാക്കന്മാർക്ക് കിടക്കാനുള്ള മുറികളുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. AKG സെന്റർ പഠന കേന്ദ്രം എന്നുള്ള രീതിയിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈബ്രറി എന്നുള്ള രീതിയിലെ ബോർഡ് അങ്ങനെ ഇപ്പോഴിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ഈ പറയുന്ന വിളനിലം, അത് കർക്കശക്കാരനാണ്, ന്യായനീതിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായിരുന്നു. അളക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഉറപ്പായിട്ടും അളന്നു കഴിയുമ്പം അതിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അന്നാണ് ഏറ്റവും നമുക്കറിയാം വിളനിലത്തിനെതിരെ ഒരു സമരം ഉണ്ടായിരുന്നു. ഏതാണ്ട് 1.5 കൊല്ലം നീണ്ടു നിന്ന് SFIയുടെയും DYFIയുടെയും സമരം. അതായത് ഒരു ദിവസം 29 ബസ് വരെ, KSRTC ബസ് വരെ തിരുവനന്തപുരത്ത് കത്തിച്ചു വിട്ടിട്ടുണ്ട് ആ സമരത്തിന്റെ ഭാഗമായിട്ട്. ആ സമരം 1.5 കൊല്ലം, അതായത് ഇദ്ദേഹത്തിന്റെ ഡിഗ്രിയും ഡോക്ടറേറ്റും വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമരം. അവസാനം അദ്ദേഹത്തെ ഈ അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയും ET മുഹമ്മദ് ബഷീർ ആണെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അല്ലല്ല അന്ന് ഈ സമരം കൊടുത്തത് ആന്റണിയുടെ കാലത്ത്. പിന്നെ ഈ സമരം വരുന്നത് 92-ലല്ലേ, 92-ലാണല്ലോ ഇത് സമരം വരുന്നത്. കൊടുത്ത വസ്തുവിനകത്ത് ക്ലെയിം വരുന്നത്. ആ സമയത്ത് കരുണാകരൻ മുഖ്യമന്ത്രി, ET മുഹമ്മദ് ബഷീർ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ഈ സമരം 1.5 കൊല്ലം മൂർച്ഛിച്ചപ്പോൾ സമരം വിളനിലത്തെ മാറ്റാതല്ലാതെ കോംപ്രമൈസ് ഇല്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു 6 മാസത്തേക്ക് അങ്ങനെ തൽക്കാലത്തേക്ക് മാറ്റി. അന്ന് ബാബു പോളിന് ആ ചുമതല കൊടുത്തു. അതിനുശേഷം അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഡിഗ്രിയുടെയും അല്ലെങ്കിൽ ഡോക്ടറേറ്റിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, ഇംഗ്ലണ്ടിൽ നിന്നും കണ്ടുള്ള ഡോക്ടറേറ്റാണ്. അത്തരത്തിൽ ഡോക്ടറേറ്റ് പോലും വേറെ ആർക്കും ഇല്ല, അത്രയ്ക്കും വലിയ സർവകലാശാലയിൽ നിന്ന് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തെടുത്ത ഡോക്ടറേറ്റാണ്. അപ്പോൾ അത് മാറി. പക്ഷേ ആ സമരത്തിന്റെ പിറകിലുള്ള ചേതോവികാരം ഈ പറയുന്ന ഡോക്ടറേറ്റോ അദ്ദേഹത്തിന്റെ ഡിഗ്രിയുടെ വിഷയമോ ഒന്നുമല്ല. ഒരു കാരണമുണ്ടാക്കി അദ്ദേഹത്തെ തൽസ്ഥാനത്തു നിന്ന്
മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം ഈ പറയുന്നത് പോലെ വസ്തു വളക്കുന്നതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ AKG സെന്ററിനകത്തുള്ള മോഷണം പിടിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് വിളനിലത്തിന്റെ പേരിൽ ഇല്ലാത്ത ഒരു ആരോപണം ഉണ്ടാക്കിയത് 1950 ഉണ്ടാക്കിയുള്ള ഒരു സമരമായിരുന്നു. അതിനുശേഷം ഇപ്പം വീണ്ടും ഈ പ്രശ്നം പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ വീണ്ടും വിഷയം വന്നിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സിൻഡിക്കേറ്റിനകത്ത് ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സിൻഡിക്കേറ്റ് മെമ്പറാന്ന് തോന്നുന്നു. ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഒരാളുണ്ട്, ഈ ഒരു ശശികുമാർ, RS ശശികുമാർ. അയാളെ വിഷയം ഉന്നയിക്കുകയും അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ വസ്തു അല്ലെങ്കിൽ ഇത്തരത്തിൽ AKG സെന്റർ കയ്യേറിയിട്ടുണ്ട്, അത് അളന്ന് തിട്ടപ്പെടുത്തണം, അത് ബോധ്യം വരുത്തണം, അതിൻ്റെ ഇത് പരിശോധിക്കണം. അതുപോലെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ വസ്തു അളന്ന് തിരിച്ച് ബോധ്യപ്പെടണം, എത്ര സെൻറ്റ് വസ്തു ഉണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള രീതിയിൽ ഇയാൾ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ ഇട്ട് കൊടുക്കുകയും, രണ്ടാമത് ഈ നമ്മുടെ സർവേ നടത്തുന്ന സ്റ്റേറ്റ് സർവേ അതോറിറ്റിക്ക് ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇതിനകത്ത് ഗവൺമെൻറ് തടഞ്ഞു വെച്ചാലോ അല്ലെങ്കിൽ പിടിച്ചു വെച്ചാലോ ഇപ്പോൾ ഒരു പാർട്ടി വലിയ പാർട്ടിയുടെ ആ വിഷയം വെച്ചിട്ട് കേരളം മൊത്തം കത്തിക്കാനൊക്കെ CPM-ന് പറ്റും. കാരണം അതിന് ഈ പറഞ്ഞ പണ്ട് വിളനിലത്തിൻ്റെ സമയത്ത് വിളനിലത്തിൻ്റെ കാരണം വേറെ പറഞ്ഞതുപോലെ ഇപ്പോൾ AKG സെൻറ്റർ വ്യാജമായിട്ടുള്ള സ്ഥലത്താണോ അല്ലെങ്കിൽ അതിനകത്ത് ഭൂമി കയ്യേറിയോ എന്നുള്ളതൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് UDF അധികാരത്തിൽ വന്നപ്പോൾ CPM-ന്റെ പാർട്ടി ഓഫീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഫീസ് പൊളിക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ പ്രചരണം നടത്തിയവർ അത് സമരം നടത്താൻ സാധ്യത. പക്ഷേ അതിനകത്ത് കോടതി വിധി വന്നാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ കോടതി വിധി വന്നാൽ ഈ പറയുന്ന കോടതിയുടെ വിധിക്കനുസരിച്ച് ഒരുപക്ഷെ കയ്യേറ്റം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ സർവകലാശാലയുടെ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം അത് അങ്ങനെ കയ്യേറിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലാണ് ഭൂമിയിൽ ഈ AKG സെൻറ്റർ വെച്ചിട്ടുള്ളത്. അത് പലവട്ടം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടും പലവട്ടം ഒരുപക്ഷെ കേരളം ഭരിച്ചിട്ടുള്ളത് കൊണ്ടും അത്തരത്തിൽ കാര്യങ്ങൾ അത് ആർക്കും അല്ലെങ്കിൽ അങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിനകത്ത് കയ്യേറിയിട്ടുണ്ടെങ്കിലും എത്ര അല്ലെങ്കിൽ പൊളിക്കാൻ പറ്റാതെയും അല്ലെങ്കിൽ അളക്കാൻ വരാൻ പറ്റാതെയും ഒക്കെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് നടക്കുമെങ്കിലും ഇതിൻ്റെ രേഖ അതുപോലെ ഇതിൻ്റെ പ്രമാണമില്ലെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പ്രമാണം പുതിയ പാർട്ടി ഓഫീസ് വന്നോണ്ട് ഇനിയിപ്പോ AKG സെന്റർ വേണേ തിരിച്ച് കേരള സർവകലാശാലയ്ക്ക് അല്ല, അതിപ്പോ കൊടുക്കൂ. അത്ര കോടി രൂപയുടെ അവിടെ 50 സെന്റ് വസ്തു 54 സെന്റ് കയ്യേറിയിട്ടുണ്ടെന്ന് പറയുന്നു, 34 സെന്റ് വസ്തു നേരത്തെ കൊടുത്തെന്ന് പറയുന്നു. ഒരേക്കർ വസ്തുവിന് എത്ര കോടി രൂപ വിലയുണ്ട്? അതിനകത്ത് ഇരിക്കുന്ന കെട്ടിടത്തിന് എത്ര കോടി രൂപ വിലയുണ്ട്? അങ്ങ് ചുമ്മാ അതങ്ങ് വിട്ടു കൊടുക്കുമോ CPM അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ? അത് അതിന് സാധ്യതയില്ല. അപ്പോൾ അത് കയ്യിൽ വെച്ചേക്കാൻ വേണ്ടിയല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ ക്ലെയിം വരികയാണെങ്കിൽ, പ്രശ്നം വരികയാണെങ്കിൽ അതിനകത്തുനിന്ന് ഈ പറയുന്നത് പോലെ മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേറെ കെട്ടിടം ഇപ്പുറത്ത് പണിയുന്നതിന് വേണ്ടി സാധിക്കുക, അവർ പണിയെ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പറയുന്ന പഴയ AKG സെൻ്ററായിട്ട് ഉപയോഗിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ AKG സ്മാരക മന്ദിരം അല്ലെങ്കിൽ ലൈബ്രറി എന്നുള്ള കെട്ടിടത്തിനകത്ത് ഇപ്പോൾ പ്രശ്നം വരും. കോടതിയിൽ വരുമ്പോൾ കോടതി അപ്പീൽ സ്വീകരിച്ച് അതിനകത്ത് മെറിറ്റ് ഉണ്ടോ എന്ന് നോക്കി അതിൻ്റെ പ്രമാണം പരിശോധിച്ച് അത് അളന്ന് തിട്ടപ്പെടുത്താൻ പറഞ്ഞാൽ ഈ പറയുന്നിടത്ത് അങ്ങ് ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും നിൽക്കത്തില്ല, അത് വെളിയിൽ വരുന്ന ഒരവസ്ഥ വരും. അപ്പോൾ കോടതി പറയുകയാണത് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറഞ്ഞാൽ കോടതി പറഞ്ഞാലും വേണമെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാം. പക്ഷേ അതിൻ്റെ പുറകെ ഇതുപോലെ ഉള്ള സേവ് സെക്യൂരിറ്റിയും അല്ലെങ്കിൽ സേവ് വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇപ്പം വേറെ വല്ലതുമായിരുന്നെങ്കിൽ ഇപ്പം UP വല്ലതും ആയിരുന്നെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ട് അതിനകത്ത് ഇത് പരിശോധിച്ചിട്ട് കോടതിയിലൊന്നും പോകത്തില്ല. അയാൾ ബുൾഡോസർ എടുത്ത് വെച്ചെല്ലാം കൂടെ ഇവിടെ കളഞ്ഞു. ആരാ? യോഗിയായത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുപോലെ ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. ഏതായാലും കോർപ്പറേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതൊക്കെ കോർപ്പറേഷനാണല്ലോ നിൽക്കുന്നത്. കോർപ്പറേഷനിലാണല്ലോ നിൽക്കുന്നത്. വസ്തുവിൻ്റെ ഉടമസ്ഥാധികാരം കോർപ്പറേഷനാണോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനാണോ അല്ലെങ്കിൽ പക്ഷെ സർവകലാശാലയുടെ വസ്തുവാണല്ലോ. അപ്പം അത് ഗവൺമെന്റിന്റെ തന്നെയാണ്. പിന്നെ സർവകലാശാല, കോർപ്പറേഷൻ, പിന്നെ താലൂക്ക് ഓഫീസ് ഒക്കെ ഇല്ലേ, വില്ലേജ് ഓഫീസ്, അതൊക്കെ വരൂല്ലേ ഈ വസ്തുവിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ? അല്ല, അത് ആർക്കാണ് ഇതിനകത്ത് പരമാധികാരം എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. കോർപ്പറേഷൻ ആണെങ്കിൽ ഇപ്പോൾ രാജീവിന് വേണമെങ്കിൽ ബുൾഡോസർ എടുത്ത് വെച്ചുകൊണ്ട് പൊളിക്കാം. മനസ്സിലായി? AKG സെന്റർ പൊളിച്ചെന്നുള്ളൊരു മെറിറ്റോ അനധികൃതമായിട്ട് കെട്ടിടം പണിഞ്ഞു, കയ്യേറി, ഭൂമി കയ്യേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയുണ്ട്. ഏതായാലും ഇപ്പം AKG സെന്ററിന് ഈ ഇത്തരത്തിൽ ബുൾഡോസർ കയറി ഇറങ്ങാൻ അല്ലെങ്കിൽ കയറി ഇറങ്ങാനുള്ള ഒരു യോഗമുള്ള രീതിയിലേക്ക് വാർത്തകളും അതിൻ്റെ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇത് ഇന്ന് തുടങ്ങിയ പരാതിയല്ല, ഏതാണ്ട് 84 തുടങ്ങി 92 വളരെ പ്രയാസപ്പെട്ട് നിലനിർത്തി വീണ്ടും
ഈ പറഞ്ഞ സതീശൻ സർക്കാർ വന്നപ്പോൾ AKG സെന്ററിനകത്ത വസ്തുവും കയ്യേറ്റവും അളന്ന് തിട്ടപ്പെടുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ഏതാണ്ട് അതിന് ശേഷം വന്ന സിൻഡിക്കേറ്റ് തീരുമാനമായിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയുള്ള ഹർജി ഹൈക്കോടതി പോയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പാർട്ടി എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു, അത് മുഴുവൻ കുത്തിപ്പൊളിച്ചെടുക്കും. അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവർ പരസ്പര ധാരണയോട് കൂടിയാണ് ഇതിനെ പോയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ശശികുമാർ എന്ന് പറയുന്ന ആൾ നിന്നാൽ അയാൾ ആ കോടതിയിൽ പോകുന്നത് ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. CPM-ന്റെ എതിരായിട്ട് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഇത്തരത്തിലൊരു കാര്യത്തിന് നിൽക്കുമെന്ന്. മനസ്സിലായോ? അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിൽ അങ്ങ് പോകും. പക്ഷേ ഇതിനകത്തൊരു വ്യക്തി നിന്ന് കോടതിയിൽ പോയി കോടതി എന്നെ മെറിറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാൽ പണിയാവും. അത് CPM-ന് അറിയാം. CPM-ന് അറിയാം അതിനകത്തെ കള്ളത്തരം. CPM അതുകൊണ്ട് ഒരു നമ്മൾ പറയത്തില്ലേ, അതിനകത്ത് CPM ഒരു സേഫ് സൈഡ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ പാർട്ടി ഓഫീസ് അവിടെ അവർ പണിഞ്ഞത്, ഇത് തൊട്ടടുത്ത് തന്നെ. ഇത് പോയാലും കൃത്യമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാവണം. 6 കോടി രൂപ 6 കോടി രൂപയ്ക്കാണ് മേടിച്ചതെന്ന രേഖ. പക്ഷെ 6 കോടി രൂപയ്ക്കാണോ 60 കോടി രൂപയ്ക്കാണ് അവിടെയൊക്കെയുള്ള സ്ഥലത്തിന്റെ വില അത്ര വെളിച്ചത്തിലുണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.